സാറേ, ഈ നോമ്പ് കാലത്ത് പ്രമേഹ രോഗികൾ അതുപോലെ മറ്റു മെഡിസിനൊക്കെ എടുക്കുന്ന ആളുകൾ അവർക്ക് നോമ്പിൻ്റെ കാലത്ത് ഒരു ഭക്ഷണ രീതി ഉണ്ടാവും. ഇനിയിപ്പോൾ നോമ്പ് കഴിയാറായി, ഇന്നോ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞാൽ ഭക്ഷണത്തിലൊരു മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്? നോമ്പ് സമയത്ത് നോമ്പിൻ്റെ മുമ്പായിട്ട് രോഗികൾ, പ്രത്യേകിച്ച് പ്രമേഹ രോഗികളും അവരെല്ലാം നോമ്പിന് മുമ്പ് എങ്ങനെ ചെയ്തിരുന്നു അതുപോലെയാണ്. പിന്നെ നോമ്പിൻ്റെ ടൈമിൽ നോമ്പിൻ്റെ മുമ്പായിട്ട് ഡോക്ടർമാരെ കണ്ട് സമീപിച്ച് പിന്നെ നോമ്പിനെ ആ രീതിയിൽ വ്യത്യാസപ്പെടുത്തി വരും. അപ്പോൾ അത് പെട്ടെന്നായിട്ട് നോമ്പ് കഴിഞ്ഞിട്ട് പെട്ടെന്നായിട്ട് വരുമ്പോൾ പ്രമേഹ രോഗികൾ പ്രത്യേകിച്ച് അവരെന്ത് ചെയ്യണം, പഴയ പോലെ ഡയറ്റ് ഫോളോ ചെയ്യാം. അതിപ്പോൾ പഴയ പോലെ ഇപ്പോൾ മരുന്ന് വലിച്ചൊക്കെ ചിലപ്പോൾ ഇൻസുലിൻ വെക്കലുണ്ടാവില്ല, വൈകിട്ടായിരിക്കും ഇൻസുലിൻ വെക്കലുണ്ടാവും. ഡോക്ടർമാർ അങ്ങനെ സാധാരണ നിർദ്ദേശിക്കാം. വലിച്ച് രാവിലെ വലിച്ചൊക്കെ ഇൻസുലിൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും അവർക്ക് നോമ്പ് പൂർത്തിയാക്കാൻ കഴിയും. അതുകൊണ്ട് രാവിലത്തെ ഇൻസുലിൻ സ്കിപ്പ് ചെയ്തിട്ട് വൈകിട്ട് കഴിഞ്ഞാൽ ഇനി നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ നോമ്പ് കഴിഞ്ഞ മുമ്പേ ഡോക്ടറെ സമീപിക്കലായിരിക്കും നന്നാവുക. എന്നാൽ പിന്നെ ഇൻസുലിൻ്റെ ക്രമീകരണങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം. മരുന്ന് ചിലത് നിർത്തിയതോ അല്ലെങ്കിൽ ഡോസ് കുറച്ചതോ അത് ചിലപ്പോൾ ഒന്ന് കൂട്ടണേ. എന്നാലും ഭക്ഷണം പിന്നെ രീതി സമയമൊക്കെ മാറുകയാണല്ലോ. അത് ഇൻസുലിൻ പ്രമേഹ രോഗികൾക്കുള്ളതാണ്. പിന്നെ പ്രമേഹ അല്ലാത്ത രോഗികൾക്ക്, സാധാരണ രോഗികളല്ലാത്തവർക്കും സാധാരണ മനുഷ്യന്മാർക്ക് ഏറ്റവും നല്ലത് നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിച്ചൊക്കെ സുഹൂർ എന്ന് പറയും, അത്താഴത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ചിലർ കുറച്ചൊക്കെ കഴിക്കുള്ളൂ. പക്ഷെ നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിട്ട് നമ്മൾ ബോഡിയിൽ മെക്കാനിക്സിൽ ചെറിയൊരു ചേഞ്ച് വരുത്തുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പോൾ നോമ്പിൻ്റെ മുമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ പിറ്റേന്നൊക്കെ നേരത്തെ ലഘുവായിട്ട് ഭക്ഷണം കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ചെറിയ രീതിയിൽ കഴിക്കുക. അത് ഏറ്റവും നല്ലത്. കുറച്ച് നേരത്തെ കഴിക്കലായിരിക്കും നന്നാ, ഒരു 7 മണിൻ്റെ മുമ്പ് കഴിക്കലായിരിക്കും നല്ല, ചെറിയ രീതിയിൽ കഴിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നോമ്പിന് പെരുന്നാളിൻ്റെ അന്നാണെങ്കിൽ 10-11 മണിക്ക് പിന്നെ കുറച്ചും കൂടി ഒന്ന് കഴിക്കുക. പിന്നെ ഒന്നായിട്ട് പിന്നെ വൈകിട്ട് ഒന്ന് ലൈറ്റായിട്ട് കഴിച്ചിട്ട് അങ്ങനെ പിന്നെ പിറ്റേന്ന് മുതൽ അങ്ങനെ ക്രമേണമായിട്ട് ഒന്ന് കൂട്ടുക. പക്ഷേ എന്നാലും ആ ഒരു ആരോഗ്യത്തിൻ്റെ ഇതിൽ ഹെൽത്തി ഫുഡായിട്ട് കഴിച്ചുകൊണ്ട് നിലനിർത്തി പോലായിരിക്കും നന്നാകും. നമ്മൾ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കണല്ലോ. നോമ്പിൻ്റെ സമയത്ത് ഈ വിഭാഗത്തിൽ മുഴുകിയ പോലെ തന്നെ നോമ്പിന് ശേഷവും ആ വിഭാഗത്ത് തുടർന്ന പോലെ തന്നെ ഭക്ഷണ രീതിയിലും എപ്പോഴും നമ്മൾ ക്രമീകരണം ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ശേഷവും ഭക്ഷണ രീതി നമ്മൾ ക്രമീകരിച്ച് പോയായിരിക്കും നന്നാവുക കേട്ടോ. ഇതായിരിക്കും നന്നാവുക. ഇതായിരിക്കും ഇത് മനസ്സിലാവും തോന്നുന്നു എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു. ഹാപ്പി ഈദ് മുബാറക്. താങ്ക് യു. സെയിം ടു യു. കുല്ലു ആം വ അൻതും ബിഖൈർ. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. താങ്ക് യു.